ഗായ്സ്, പ്ലാന്റ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 150 രൂപയിൽ താഴെ കുറച്ച് വെറൈറ്റി ചെടികൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ പ്രൈസും അതിൻ്റെ സൈസും മറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. വേറെ ഡൗട്ട്സ് ഒന്നും ഇപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് കുറച്ച് സ്ക്രീൻഷോട്ട്സ് ആണ്. നമ്മൾ കസ്റ്റമേഴ്സിന് പ്ലാൻസ് അയച്ചു കഴിയുമ്പോഴത്തേക്കും പ്ലാൻസ് അവരുടെ കയ്യിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഫോട്ടോ എടുത്ത് അയക്കാൻ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ആണ് കാണിക്കുന്നത്. 10 രൂപയുടെ പ്ലാൻസ് ലാസ്റ്റ് ടൈം വിറ്റപ്പോഴത്തേക്കും എല്ലാവർക്കും കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ഏത് ടൈപ്പിൽ ഏത് സൈസിലുള്ള പ്ലാൻസാണ് അയക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് കണ്ട കുറച്ച് സ്ക്രീൻഷോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10 രൂപയുടെ പ്ലാൻസ് അയച്ചപ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് അയച്ച റിപ്ലൈസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ പ്ലാന്റ് വെരിഗേറ്റഡ് മെലസ്ട്രോമ വയലറ്റ് ആണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ വെരിഗേറ്റഡ് മെലസ്ട്രോമ സെയിൽ ചെയ്യുന്നത്. നമ്മൾ നോർമൽ മെലസ്ട്രോമയുടെ വയലറ്റും വൈറ്റൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. നമ്മൾ നെക്സ്റ്റ് വീക്ക് അത് റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ട്, കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു കോൾ ചെയ്യരുതെന്ന്. ഇപ്പോഴും കോൾസ് വരുന്നുണ്ട്, അപ്പോൾ കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് 110 രൂപയാണ്, 110 റുപ്പീസ്. നമുക്ക് നഴ്സറിയിലൊക്കെ നിങ്ങൾക്ക് അറിയാം 150 എബോവാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തത് സ്റ്റാർ ജാസ്മിൻ പ്ലാന്റ് ആണ്. നല്ല മണമാണ് കേട്ടോ ഈ പ്ലാന്റിന്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് സൈസ് വരുന്നത്. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 60 രൂപയാണ് റേറ്റ് വരുന്നത്, 60 റുപ്പീസ്. അടുത്തത് ഡ്രസീനയുടെ ഒരു വെറൈറ്റിയാണ്, ഡ്രാഗൺ ട്രീ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഹൈറ്റിലുള്ള പ്ലാന്റ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ 2 കളേഴ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കളറാണെന്ന് സ്ക്രീൻഷോട്ടിൽ കൃത്യമായിട്ട് പറയുക. രണ്ടും വേണ്ടവർ ഒരുമിച്ചുള്ള സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സൈസ് വരുന്നത്. ഇതാണ് മറ്റൊരു ഷെയ്ഡ് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു പോട്ടിൽ സൈഡിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ചിങ്ങനെ ലെങ്ത്ത് വെച്ച് പോയിട്ട് ഒരു ബുഷിയായിട്ടൊക്കെ നിൽക്കും. 40 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ് വരുന്നത്. അടുത്തത് നമ്മുടെ റെഡ് കലാത്തിയ ലൂട്ടിയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് സെയിൽ ചെയ്യുന്നത്. നമ്മൾ കലാത്തിയ ലൂട്ടിയ സെയിൽ ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് പേര് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത്. കുറച്ച് അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ റെഡ് കലാത്തിയ റൂട്ടിയൊക്കെ നല്ല റേറ്റ് ഉണ്ട്, 200 റുപ്പീസ് മുതലൊക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് റേറ്റ് കുറവിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത്. 140 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നമ്മൾ ഹൈറ്റുള്ള പ്ലാന്റ് ആയതുകൊണ്ട് ഒന്ന് ബെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്, അല്ലെങ്കിൽ കൊറിയർ ചാർജ് ഇൻക്രീസ് ആവും. അടുത്തത് നോർമൽ കലാത്തിയ ലൂട്ടിയാണ്. ഇത് നമ്മളെപ്പോഴും സെയിൽ ചെയ്യാറുള്ള ഒരു പ്ലാന്റാണ്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. നമ്മളൊന്ന് ബെൻഡ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. ഇതിനു മുമ്പ് വാങ്ങിച്ചവർക്കറിയാം, വലിയ പ്ലാന്റ്സ് വാങ്ങിച്ചവർക്കറിയാം, നമ്മൾ സേഫായിട്ട് തന്നെ ഡെലിവറി ചെയ്യും. ബെൻഡ് ചെയ്യും, ഒടിയാത്ത രീതിയിൽ ബെൻഡ് ചെയ്തായിരിക്കും അയക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊറിയർ ചാർജ് എക്സ്ട്രാ ആവുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കൊറിയർ ചാർജസിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ. 1 കിലോ താഴെ കേരളത്തിൻ്റെ അകത്ത് 70 റുപ്പീസാണ്. ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ 130 റുപ്പീസാണ് കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ കലാത്തിയ ലൂട്ടിയുടെ റേറ്റ് വരുന്നത് 90 റുപ്പീസാണ് കേട്ടോ. ഇതാണ് സൈസ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഗന്ധരാജനാണ്. കുറേ നാളായിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ നടക്കുന്ന ഒരു പ്ലാന്റാണ് ഗന്ധരാജൻ്റെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള മൊട്ട് ഫ്ലവർ ബഡുള്ള പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ചിലത് ഫ്ലവർ വന്ന് പോയി. നിങ്ങൾക്കറിയാം മഴയൊക്കെ ആയതുകൊണ്ട് ഫ്ലവർ വരുമ്പോൾ തന്നെ ചിലത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും തന്നെ മൊട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 70 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്, ഹെൽത്തിയാണ്. പിന്നെ നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള കാര്യമാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്താണെന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ആദ്യം പ്ലാൻസ് വാങ്ങാനും പറ്റും. കൂടുതലും പ്രൊപ്പഗേറ്റ് ചെയ്യണ പ്ലാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന്, അതായത് സോൾഡ് ഔട്ട് ആവുന്നതിന് മുമ്പ് വാങ്ങാൻ പറ്റും കേട്ടോ. അടുത്തത് ചൈന ഡോൾ പ്ലാന്റ് ആണ്. ചൈന ഡോളിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 6 ഇഞ്ച് പോട്ടിൽ വരുന്ന പ്ലാന്റാണ്. നിങ്ങൾക്ക് നേരിട്ട് നല്ലൊരു വലിയ പോട്ടിൽ, സെറാമിക് പോട്ടിലൊക്കെ ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. അപ്പോൾ ചൈന ഡോളിൻ്റെ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 110 റുപ്പീസാണ്. അത്യാവശ്യം ഹെൽത്തിയും, അത്യാവശ്യമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല ഷൈനിങ് ലീവ്സാണ് ഇതിന് വരുന്നത്. ഇൻഡോർ പ്ലാന്റാണ്. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് ചൈനീസ് ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇതും നമ്മൾ ഒത്തിരിയായി സെയിൽ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ്. പഴയ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അയക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ
ഞാൻ പറയാറുണ്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ ചൈനീസ് ക്രോട്ടൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. 40 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ താഴെ ഭാഗം ഒരു റെഡിഷ് കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തത് ഗ്രീൻ സ്വോർഡ് ഫേണാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഫേണിൻ്റെ ഫുൾ പോട്ട് കണ്ടപ്പോഴത്തേക്കും ആ ഫുൾ പോട്ടായിട്ട് സെയിലിനുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ നമ്മൾ ഓർഡേഴ്സ് എടുത്തുകൊണ്ട് നമ്മളത് കൊടുത്തില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഫുൾ പോട്ടായിട്ടാണ് ഫേൺ കൊടുക്കുന്നത്. ഗ്രീൻ സോട്ട് ഫേണാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വേണ്ടവർ, ചെറിയ തൈകൾ വേണ്ടവർ വേറെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഒരു ഫുൾ ബുഷിയായിട്ടുള്ള ഇതിന് 100 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അടുത്തത് കുറ്റിമുല്ലയാണ്. ഇത് നമ്മൾ ഒത്തിരിയായി സെയിൽ ചെയ്തിട്ട് കുറ്റിമുല്ലക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. കുറ്റിമുല്ലയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. അത്യാവശ്യം എല്ലാത്തിലും തന്നെ മുട്ടും പൂവൊക്കെ ഉണ്ട്. പിന്നെ പൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ മഴ പെയ്യുമ്പോഴത്തേക്കും കൊഴിഞ്ഞു പോകുന്നുണ്ട്. എല്ലാത്തിലും തന്നെ മുട്ടുകളുണ്ട്. അടുത്തത് കുടമുല്ലയാണ്. നല്ല എന്താ പറയുക, അടുക്കടുക്കായിട്ട് പെറ്റൽസ് വരുന്ന ഒരു പ്ലാന്റാണ് കുടമുല്ല. നല്ല വലിപ്പം ഉണ്ടാവും, നല്ല മണവും കേട്ടോ കുടമുല്ലക്ക്. കുടമുല്ലയുടെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഞാനിത് 5 പ്ലാന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു ആദ്യമായിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. കുറച്ച് അത്യാവശ്യം റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ 5 പ്ലാന്റ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യക്കാർ വേഗം കോൺടാക്ട് ചെയ്യുക. 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് സ്ട്രൊമാന്തേ സാൻജീനിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. കലാത്തിയ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റാണ്. 40 റുപ്പീസിൻ്റെയും 60 റുപ്പീസിൻ്റെയും തൈകളുണ്ട്. 60 റുപ്പീസിൻ്റെ തൈകളാണ് ഈ സൈഡിൽ കാണുന്നത്. 40 റുപ്പീസിൻ്റെ തൈയാണ് ചെറുത് കാണുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലായിരിക്കും നമ്മളിത് സെയിൽ ചെയ്യുന്നത്. കലാത്തിയ പ്ലാന്റ് വെയിലത്ത് അറിയാമല്ലോ, അതിൻ്റെ ലീഫ് ബേൺ ആവും. അപ്പോൾ നമുക്കിപ്പോൾ വെയിൽ കഴിഞ്ഞിപ്പോൾ മഴ കയറിയുള്ളൂ. അപ്പോൾ ആ വെയിലത്ത് ഇരുന്നതിൻ്റെയാണ് ആ ഒരു ലീഫ് ബ്രൗൺ കളറൊക്കെ ആയേക്കുന്നത്. അപ്പോൾ പുതിയ ലീഫൊക്കെ വന്നത് നല്ല ഹെൽത്തി ആയിട്ടാണ്. അപ്പോൾ ആവശ്യക്കാർ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ. അടുത്ത പ്ലാന്റ് അംബർല പ്ലാന്റ് ആണ്. നമ്മളിതിൻ്റെ ചെറിയ തൈകൾ സെയിൽ ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ വലിയ കവറിൽ വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് അംബർല പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. 50 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പുതിയ ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. ഇത്രയും വലിപ്പമുള്ള തൈകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മളിത് ചെറിയ പ്ലാന്റ് 25 റുപ്പീസിനൊക്കെ സെയിൽ ചെയ്യുമായിരുന്നു. അതിനും അത്യാവശ്യം ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ആവശ്യക്കാർ വേഗം കോൺടാക്റ്റ് ചെയ്യുക. വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. 50 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് റെഡ് കോസ്റ്റസ് ആണ്. അതായത് കോസ്റ്റസ് വുഡ്സോണി എന്ന് പറയും, റെഡ് ജിഞ്ചർ കോസ്റ്റസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വലിപ്പമുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത്. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ്സാണ് നമ്മൾ 40 റുപ്പീസിന് സെയിൽ ചെയ്യുന്നത്. ചിലതിൽ ആ റെഡ് കളറ് ഇതുണ്ടാവും കേട്ടോ, ഫ്ലവർ പോലത്തെ ജിഞ്ചർ അതുണ്ടാവും. എല്ലാത്തിലും തന്നെ ഇല്ല. എന്നാൽ ചിലതിൽ അതിൻ്റെ മുട്ടുകളുണ്ടാവും, ചെറിയ രീതിയിൽ റെഡിഷ് കളർ ഉണ്ടാവും. പിന്നെ അടുത്ത പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോറ പെറ്റാലാണ്. ലോറ പെറ്റാലത്തിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 60 റുപ്പീസാണ് റേറ്റ് വരുന്നത്. കുറച്ചും കൂടെ പർപ്പിൾ കളറിലായിരിക്കും ഈ പ്ലാന്റ് ഇരിക്കുന്നത്. ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡിലിരിക്കുന്നത്. ആ മേൾ ഭാഗത്തെ ലീവ്സൊക്കെ കാണാം, നല്ല ഡാർക്കറായിട്ട് ഒരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്നുണ്ട്. അപ്പം മഴ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡിലേക്ക് വന്നേക്കുന്നത്. അത്യാവശ്യം വെയിലൊക്കെ കൊള്ളുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ നല്ല കളറിൽ നിൽക്കും. ഫ്ലവേഴ്സൊക്കെ ഒരു വയലറ്റ് ഷെയ്ഡിൽ പർപ്പിൾ ഷെയ്ഡിൽ ഉണ്ടാവും. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. എല്ലാം തന്നെ വലിയ പ്ലാന്റ്സാണ്, നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ എല്ലാം വരുന്നത്. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ചൈനീസ് ലാവൻഡറാണ്. റോസ്മേരി ചോദിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് ചൈനീസ് ലാവൻഡർ. നമുക്ക് എപ്പോഴും സ്റ്റോക്ക് കിട്ടാറില്ല. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക. 60 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരെല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ വീഡിയോയിൽ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.